പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കും. സർക്കാർ തീരുമാനമെടുത്തത് CBI അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടതിന് തൊട്ടു പിന്നാലെ. കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ കുടുംബത്തെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. സർക്കാർ തീരുമാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. അവിടെ തന്നെ കൊന്ന്, അവിടെ തന്നെ കെട്ടിത്തൂക്കി, അവിടെ തന്നെ അത് അഴിച്ച് മരിച്ചയാളുടെ ബോഡി കൊണ്ടുപോയതാണ്. പ്രതികൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതാണ്. എന്നിട്ട് അവർ ഒരാഴ്ച ചുറ്റിത്തിരിഞ്ഞിട്ടും ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ പ്രതികളെ പാർട്ടി സംരക്ഷിച്ച് പാർട്ടിയാണ് ഇത് മുഴുവൻ തണലൊരുക്കി കൊടുത്തത്. അപ്പൊ അത് CBI അന്വേഷണം എന്നത് ഞങ്ങളുടെ ഡിമാൻഡായിരുന്നു. അതിനുവേണ്ടിയിട്ടാണ് ഈ 3 പേരും നിരാഹാര സമരം നടത്തിയത്. ഇന്നിപ്പോൾ ഈ സമരം അവസാനിക്കുമ്പോൾ ആ സമരം വിജയിച്ചതിന്റെ തികഞ്ഞ അഭിമാനത്തോടും തീർച്ചയായിട്ടും ഇതെല്ലാം ഇനി കേരളത്തിൽ നിലയ്ക്ക് നിർത്താനുള്ള വലിയ പോരാട്ടത്തിനുള്ള ആത്മവിശ്വാസവുമായിട്ടാണ് ഈ സമരം പിരിയുന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. അലക്സ്, മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തി മുഴുവൻ പ്രതികളെയും ഇതിനോടകം പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുടുംബത്തിന്റെ ആവശ്യം കണക്കിലെടുത്ത് CBIക്ക് കേസ് കൈമാറാം തീരുമാനമെടുത്തുവെന്നാണ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. പോലീസ് അന്വേഷണത്തിൽ വലിയ പരാതികൾ കുടുംബത്തിനുണ്ട്. സർക്കാർ അത് ഈ ഘട്ടത്തിൽ ആ നിലയ്ക്ക് അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും കുടുംബത്തിന് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു അന്വേഷണം വേണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ട് CBIക്ക് കൈമാറുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു രാഷ്ട്രീയ സമരം ഇതിനു പുറത്ത് കോൺഗ്രസ് നടത്തിയിരുന്നു, അതും ഇപ്പോൾ അവസാനിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് കാലമൊക്കെയാണ്, അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ചർച്ചകളും ഈ വിഷയത്തിൽ നടക്കുമല്ലോ, അല്ലേ? വിജയകുമാർ, നിസ്സംശയം പറയാം, ഈ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് വിടണം എന്ന അല്ലെങ്കിൽ വിടും എന്ന സർക്കാരിന്റെ ഈ തീരുമാനം അതിന്റെ പശ്ചാത്തലം കൂടി പരിഗണിക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. വിവിധ ഘടകങ്ങൾ സർക്കാർ പരിഗണിച്ചതിന് ശേഷമാണ് കുടുംബത്തിന്റെ ഈ ആവശ്യം അംഗീകരിക്കാം എന്നൊരു തീരുമാനം സർക്കാർ തലത്തിൽ തന്നെ കൈക്കൊള്ളുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പല വിഷയങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായ വിഷയമായി സർക്കാരിനും അതുപോലെ LDFനും മൗനം പാലിക്കേണ്ട അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധിക്കാൻ സാധിക്കാത്ത ഒരു വിഷയമായി സിദ്ധാർത്ഥിന്റെ മരണം അവശേഷിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ മന്ത്രിമാരൊക്കെ സിദ്ധാർത്ഥിന്റെ നെടുമങ്ങാട്ടെ വീട്ടിലെത്തി അവർക്ക് ഉറപ്പ് നൽകിയിരുന്നു, സർക്കാർ ഒപ്പമുണ്ടെന്ന് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ കുടുംബത്തിന് വലിയ പരാതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യ ഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. 24 ഈ വാർത്ത പുറത്തുവിടുന്നതിന് മുൻപേ തന്നെ കുടുംബത്തിന് ഈ വിഷയത്തിൽ പോലീസിന്റെ ഇടപെടൽ, പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല, പോലീസ് പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ പോലീസ് പർപ്പസ്ഫുള്ളി നടത്തുന്നു എന്ന ആരോപണം അവർക്കുണ്ട്. പൂർണ്ണമായി മുഴുവൻ പ്രതികളെയും പിടികൂടിയിട്ടില്ല. പല പ്രതികളെയും സംരക്ഷിക്കുന്നത് നേതാക്കളാണ്. അവരിലേക്ക് എത്താൻ പോലീസിന് സാധിക്കുന്നില്ല എന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് പറഞ്ഞിരുന്നു. പോലീസിന്റെ അന്വേഷണം തൃപ്തികരമാണെന്ന് അദ്ദേഹം പറയുമ്പോഴും ഈ അന്വേഷണം മുമ്പോട്ട് പോകുമോ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് സംശയമായിരുന്നു. എല്ലാ പ്രതികളെയും പിടികൂടുമോ എന്നുള്ള കാര്യം കുടുംബത്തിന് സംശയമായിരുന്നു. കാരണം പോലീസിന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കുടുംബം പലവട്ടം ആവർത്തിച്ചു പറഞ്ഞത്. പ്രതിപക്ഷവും സമാനമായ ആരോപണവും അതുപോലെ സമാനമായ ആവശ്യവുമാണ് മുന്നോട്ട് വെച്ചത്. അതൊരു സമരായുധമായി പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുമ്പോഴും പ്രതിപക്ഷം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് ഈ കേസ് അന്വേഷണം CBIക്ക് വിടണം, കേന്ദ്ര ഏജൻസിക്ക് വരണം എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ പോഷക സംഘടനകൾ മഹിളാ കോൺഗ്രസും അതുപോലെ യൂത്ത് കോൺഗ്രസും KSUവും ഈ സമരം ഏറ്റെടുത്ത് സംയുക്ത നിരാഹാര സമരത്തിലേക്ക് സെക്രട്ടറിയേറ്റിന് മുന്നിൽ അവർ കടന്നതും അതുകൊണ്ട് തന്നെയാണ്. ലോങ് മാർച്ച് KSU കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് സംഘടിപ്പിച്ചിരുന്നു. BJPയും ഈ വിഷയം ഏറ്റെടുത്തിരുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി V മുരളീധരൻ നെടുമങ്ങാട് ഇതുമായി ബന്ധപ്പെട്ട് സത്യാഗ്രഹം നടത്തി. കേന്ദ്ര ഏജൻസിക്ക് ഈ കേസ് അന്വേഷണം കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം സത്യാഗ്രഹം നടത്തി. ABVP സിദ്ധാർത്ഥ വീട്ടിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് ലോങ് മാർച്ച് നടത്തി. അത്തരത്തിൽ കേരളീയ പൊതുസമൂഹം സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയമായി ഇത് മാറ്റാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കുടുംബത്തിന്റെ ഈ ആവശ്യം മുന്നിലുണ്ടായിരുന്നു. അങ്ങനെയാണ് കുടുംബം മുഖ്യമന്ത്രിയെ കാണാൻ അവസരം ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിന്റെ ചേംബറിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുടുംബം മുഖ്യമന്ത്രിയെ അറിയിക്കുന്നതും അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതായത് പിതാവ് പുറത്തിറങ്ങി കുടുംബത്തിന് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു ഉറപ്പ് തന്നിട്ടുണ്ട് എന്ന് പിതാവ് പ്രതികരിച്ച അല്പസമയത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. ഈ വിഷയം CBIക്ക് വിടും, ഈ കേസ് അന്വേഷണം CBIക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം കുടുംബത്തെ അറിയിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അറിയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവുടൻ പുറത്തിറങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ വിഷയം നാടിനാകെ ദുഃഖത്തിലാഴ്ത്തിയ ദൗർഭാഗ്യകരമായ സംഭവമാണ് സിദ്ധാർത്ഥിന്റെ മരണമെന്ന് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ പോലീസ് അന്വേഷണം ഈ വിഷയത്തിൽ നടന്നു വരുന്നു. അത് കുറ്റമറ്റതും നീതിപൂർവകവുമായ അന്വേഷണമാണ് നടന്നു വരുന്നത്. എല്ലാ പ്രതികളെയും ഇതിനോടകം അറസ്റ്റ് ചെയ്യാൻ
സാധിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നിരുന്നാലും കുടുംബം ഈ കേസ് CBIക്ക് വിടണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിനാൽ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച് ഈ വിഷയം CBIക്ക് വിടും എന്ന ഉറപ്പ് മുഖ്യമന്ത്രി കുടുംബത്തിന് നൽകിയതായാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. എന്താണെങ്കിലും സർക്കാർ ഈ തലത്തിൽ സർക്കാർ പ്രതിരോധത്തിലായി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് ഉച്ചയ്ക്ക് 3 മണിക്ക് സെക്രട്ടേറിയറ്റിലേക്ക് ഈ വിഷയം ഉന്നയിച്ച് മാർച്ച് നടത്താനിരുന്നതാണ്. അത്തരത്തിൽ പ്രതിപക്ഷം സജീവമായി തെരഞ്ഞെടുപ്പ് വിഷയമായി ചർച്ചയായി വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും തടയിടണം എന്നുള്ള കാര്യം സർക്കാർ തലത്തിൽ ആലോചിച്ചിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം LDFിനുള്ളിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതൃപ്തി ഉണ്ടായിരുന്നു, അതുപോലെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന LDF യോഗത്തിൽ RJD പോലുള്ള ഘടകകക്ഷികൾ ഈ വിഷയത്തിലെ കാര്യങ്ങൾ LDFിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴൊക്കെ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയായിരുന്നു. മറ്റു സർക്കാരിനെതിരായ വിഷയങ്ങളിലൊക്കെ മറുപടി പറയാൻ സർക്കാരിന് സാധിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ മാത്രം സർക്കാർ മൗനം തുടരേണ്ട ഒരു സാഹചര്യമായിരുന്നു. അത് ഒഴിവാക്കുക. ശരിയാണ് അലക്സ്, എന്തായാലും അതും ഇതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ്. വലിയ ജനരോഷം ഈ വിഷയത്തിൽ ഉയർന്നു വന്നിരുന്നു. അതൊക്കെ കണക്കിലെടുത്താണ് സർക്കാർ ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. CBIക്ക് കേസ് കൈമാറുകയാണ്. നേരത്തെ ഇന്ന് രാവിലെ സിദ്ധാർത്ഥന്റെ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിന് തൊട്ടു പിന്നാലെ കേസ് CBIക്ക് വിട്ടുകൊണ്ടുള്ള സർക്കാർ തീരുമാനത്തെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയായിരുന്നു.